Hi friends, once again welcome back to Bajus PSC Oriented English Grammar. ഇന്നത്തെ ക്ലാസ്സിൽ ആക്റ്റീവ് വോയിസിലുള്ള ചില ചോദ്യങ്ങളെ ഏറ്റവും ലളിതമായ മെത്തേഡ് ഉപയോഗിച്ച് പാസീവിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദിസ് ലെറ്റർ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദ്യങ്ങളെ എങ്ങനെ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ഹു വെച്ചിട്ടുള്ള ഒരു ചോദ്യം ആദ്യമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹു വെച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹു വെച്ചിട്ടുള്ള ചോദ്യത്തിൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. കാരണം ഹു എന്ന് വെച്ചിട്ടുള്ള ചോദ്യത്തിന്റെ പ്രത്യേകത ആരാണ് ഇതിലെ സബ്ജക്റ്റ് എന്ന് ചോദിക്കലാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആള് ആരാണെന്ന് കണ്ടെത്തലാണ്. ക്ലിയർ ആണല്ലോ? ഹു റോട്ട് ദിസ് ലെറ്റർ? ആരാണ് ഈ ലെറ്റർ എഴുതിയത്? അപ്പൊ ആരാണെന്ന് കണ്ടെത്തലാണ്. ആ കണ്ടെത്തുന്ന ആരാണോ അയാളാണ് അതിൽ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ഇതിലില്ല. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് സബ്ജക്റ്റ് ഇല്ലാതെ എന്ത് ചെയ്യണം? പാസീവ് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഹു വെച്ച് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിനെ പിടിച്ച് പാസീവ് ആക്കി മാറ്റുമ്പോൾ ബൈ ഹൂം എന്നാക്കി മാറ്റാം. ഒന്നാമത്തെ ഘട്ടം, ഹു വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ചോദ്യം എഴുതുമ്പോൾ എന്ത് ചെയ്യുക? അത് ബൈ ഹൂം എന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ടെൻസ് കണ്ടെത്തുക. തന്നിരിക്കുന്ന ടെൻസ് കണ്ടെത്തണമെങ്കിൽ, സെന്റൻസിന്റെ ടെൻസ് കണ്ടെത്തണമെങ്കിൽ വെർബ് അണ്ടർലൈൻ ചെയ്യുക. വെർബ് ഇവിടെ റോട്ട് എന്നുള്ളതാണ്. ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല, റോട്ട് മാത്രമേ കാണാവുള്ളൂ. റോട്ട് എന്നുള്ളത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. റൈറ്റ് എന്നുള്ളതിന്റെ സെക്കൻഡ് ഫോം ആണ് റോട്ട്. വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. വെർബിന്റെ സെക്കൻഡ് ഫോം ഒരു ചോദ്യത്തിലുണ്ടെങ്കിൽ അത് പാസ്റ്റിലെ ചോദ്യമാണ്. അതായത് സിമ്പിൾ പാസ്റ്റിലെ ചോദ്യമാണ്. അവിടെ ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ട് സിമ്പിൾ പാസ്റ്റില്. വെർബിന്റെ സെക്കൻഡ് ഫോം ആണെങ്കിൽ അതിനർത്ഥം അവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഡിഡ് എന്ന് പറയുന്ന വാക്കാണ്. ക്ലിയർ ആണല്ലോ? തന്നിരിക്കുന്ന ചോദ്യം അതിലെ വെർബ് സെക്കൻഡ് ഫോമിലാണെങ്കിൽ അതിന്റെ ഹെൽപ്പിംഗ് വെർബ് എന്താണ്? ഡിഡ് ആണ്. അപ്പൊ ഡിഡ് എന്നുള്ളതാണ് ഇതിലത്തെ ഹെൽപ്പിംഗ് വെർബ്. ഈ ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ പാസീവ് ആക്കി മാറ്റുമ്പോൾ, പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വാസ് ഓർ വേർ ആക്കണം. ഡിഡാണ് ചോദ്യത്തിലേക്ക്, അത് വാസ് ഓർ വേർ ആക്കണം. ഇതിൽ ഡിഡ് കാണാനില്ല, പക്ഷെ നമ്മൾ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തിയത്? വെർബ് അണ്ടർലൈൻ ചെയ്ത് സെക്കൻഡ് ഫോം ആണ് തിരിച്ചറിഞ്ഞ് സെക്കൻഡ് ഫോം ആകുമ്പോൾ ഒറ്റ ചോയ്സേ ഉള്ളൂ, അതാരാണ്? ഡിഡ് എന്ന് പറയുന്ന വേർഡാണ്. അപ്പൊ ഡിഡാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് കണ്ടെത്തി ആക്റ്റീവ് വോയിസിൽ. അത് പാസീവ് ആകുമ്പോൾ നമ്മൾ വാസ് ഓർ വേർ ആക്കണം. അപ്പൊ നമ്മൾ ബൈ ഹൂം, പിന്നെ നമുക്ക് രണ്ടെണ്ണാണുള്ളത്, വാസ് ഓർ വേർ ഉണ്ട്. വാസ് ഓർ വേർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഒബ്ജക്റ്റ് ഇതിൽ ഏതാ? ദിസ് ലെറ്റർ ആണ്. അപ്പൊ ദിസ് ലെറ്റർ എഴുതി. ദിസ് ലെറ്റർ. ഇനി നമുക്ക് ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തത്. ദിസ് ലെറ്റർ ആയതുകൊണ്ട് വേർ വേണ്ട, വേർ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് വേറാണ് വേണ്ടത്. ഇവിടെ ഒരു ലെറ്ററേ ഉള്ളൂ, അപ്പൊ നമുക്ക് വാസ് മതി. ക്ലിയർ ആയല്ലോ? ബൈ ഹൂം വാസ് ദിസ് ലെറ്റർ. ഇനി നമുക്ക് വെർബിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. വെർബ് റോട്ടാണ്. റോട്ട് എന്നുള്ള തേർഡ് ഫോം ആണ് നമുക്ക് ഇവിടെ ആവശ്യം. റിട്ടേൺ. ബൈ ഹൂം വാസ് ദിസ് ലെറ്റർ റിട്ടേൺ. എപ്പോഴും പാസീവ് ആവുമ്പോൾ നമ്മൾ ഏത് ഫോം ഉപയോഗിക്കും? വെർബിന്റെ തേർഡ് ഫോമേ യൂസ് ചെയ്യുള്ളൂ. എല്ലാവരും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കുന്നു വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഹൂ വെച്ചിട്ടാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഒന്നും നോക്കില്ല, ആദ്യം തന്നെ എന്ത് ചെയ്യും? ബൈ ഹൂം എഴുതിയും. ഹൂ വിൽ കോൾ ഹിം? ഇങ്ങനെയാണ് ചോദ്യം. അപ്പൊ ബൈ ഹൂം നമ്മൾ ഇവിടെ എഴുതി. ഇനി ചോദ്യത്തിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. വില്ലാണ് ഹെൽപ്പിംഗ് വെർബ്. കോൾ എന്നുള്ളത് വെർബ്. ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, വെർബും ഉണ്ട്. അപ്പൊ വില്ല്, ഷോള്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വെർബുകളാണെങ്കിൽ, മോഡൽ ഓക്സിലറീസ് ആണെങ്കിൽ, ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ചോദ്യത്തിലുള്ളതെങ്കിൽ ഏതാണോ വാക്ക് അത് തന്നെ എഴുതിയാൽ മതി. ഇപ്പൊ വില്ലിന് നമ്മൾ വില്ല് തന്നെ എഴുതാം. ഇപ്പൊ ഈ ചോദ്യത്തിൽ ക്യാൻ ആണെങ്കിലോ ഇവിടെ ക്യാൻ എഴുതാം. ഷുഡ് ആണെങ്കിലോ ഷുഡ് എഴുതാം. ഷാൾ ആണെങ്കിലോ ഷാൾ എഴുതാം. മസ്റ്റ് ആണെങ്കിലോ മസ്റ്റ് എഴുതാം. കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ചോദ്യത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെ എടുത്ത് എഴുതാം. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ഒരു വാക്ക് ചേർക്കണം.
എന്ത് വാക്കാണ് ചേർക്കേണ്ടത്? ബി എന്ന് പറയുന്ന വാക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ വില്ലാണെങ്കിൽ നമ്മളത് വിൽ ബി ആക്കണം, ഷാളാണെങ്കിൽ കാരണം ഷാൾ ബി എന്നാക്കണം, ഷുഡ് ആണെങ്കിൽ ഷുഡ് ബി എന്നാക്കണം, മസ്റ്റ് ആണെങ്കിൽ മസ്റ്റ് ബി എന്നാക്കണം, മേ എന്നാണെങ്കിൽ മേ ബി എന്നാക്കണം, മൈറ്റ് എന്നാണെങ്കിൽ മൈറ്റ് ബി എന്നാക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു വാക്ക് മാത്രമേ നമുക്ക് ചേർക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വില്ല് ഓൾറെഡി എടുത്ത് എഴുതി. ഇനി നമുക്ക് ആ ബി എഴുതണം. ബി എഴുതാനൊക്കെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ഒബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവരണം. ഒബ്ജക്റ്റ് ഹിം ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ ഹി ആവും. ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഹി ആയി മാറും. ബൈ ഹൂം വിൽ ഹി. ഇനി നമ്മൾ ഈ വില്ലിന്റെ കൂടെ ചേർക്കേണ്ട സാധനം അതിന് ശേഷം ചേർക്കാം, ഈ ഹിക്ക് ശേഷം. ബൈ ഹൂം വിൽ ഹി ബി. ഇനി വെർബ് ഇതാണ്, ഇതിന്റെ തേർഡ് ഫോം ഉപയോഗിക്കാം. ഈ ഡി ഫോം ആണ് കോൾഡ്. കോൾഡ് കോൾഡ് കോൾഡ്, നമ്മൾ തേർഡ് കോൾഡ് ആണ് എടുത്തിരിക്കുന്നത്. ബൈ ഹൂം വിൽ ഹി ബി കോൾഡ്. വെരി സിമ്പിൾ ആണ്. എന്ത് വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഷാള്, വില്ല്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, കാരണം അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്താൽ മതി? ബി ചേർക്കാൻ വേണ്ടുള്ളൂ. അത്രയ്ക്ക് നിസ്സാരമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ സബ്ജക്റ്റിനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നു, ഒബ്ജക്റ്റിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഒക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ശരിക്കും വാച്ച് ചെയ്താൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ സബ്ജക്റ്റ് ഇല്ല. സബ്ജക്റ്റ് ഇല്ലാത്തത് എന്താ കാരണം? ഹൂ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹൂ വെച്ച ചോദ്യത്തിന്റെ പ്രത്യേകത ഇതിലെ സബ്ജക്റ്റ് ആരാണെന്ന് ചോദിക്കലാണ്. ക്ലിയർ ആണല്ലോ? ഉദാഹരണം, ഹൂ റോട്ട് ദിസ് ലെറ്റർ. ആരാണ് ഈ ലെറ്റർ എഴുതിയത്? ആ എഴുതിയ ആളാണ് ആ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ആരാണെന്ന് അറിയില്ല, അത് കണ്ടെത്താനാണ് ഹൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മളത് പാസീവിലാക്കി മാറ്റുമ്പോൾ അത് ബൈ ഹൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് എടുക്കാം. ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത, ചോദ്യങ്ങൾക്ക് ചോദ്യവാക്കില്ല, ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വാട്ട്, വൈ, വെൻ, വിച്ച്, ഹൗ, ഇതൊക്കെയാണ് ചോദ്യവാക്കുകൾ. ഈ ചോദ്യവാക്കുകളൊന്നുമില്ല. മറിച്ച് എന്താ കൊടുത്തിരിക്കുന്നത്? ഒന്നിൽ ഡസ്, ഒന്നിൽ ഈസ്. ഇതിനെ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ടാണ് ചോദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പാസീവിലേക്ക് എങ്ങനെ മാറണം? ഡസ് വെച്ചിട്ട് ഒരു ചോദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡസും ഡു ആണ് ഉപയോഗിക്കുക. ഡു ഓർ ഡസ് ആണ് ചോദ്യത്തിൽ ഉണ്ടാവുക. അതിന് നമ്മൾ എന്താക്കി മാറ്റാം? ഈസ്, ആം, ആർ. പാസീവാക്കി മാറ്റുമ്പോൾ നമ്മൾ എന്താക്കും? ഡസ് ഓർ ഡു എന്നുള്ളതിനെ ഈസ്, ആം, ആർ ആക്കി മാറ്റണം. അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഡസ് എന്നുള്ളത് നമ്മൾ ഈസ്, ആം, ആർ ഇങ്ങനെ എഴുതി. ഇനി അടുത്തത് എന്താ? ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഒബ്ജക്റ്റ് ദ ഫുഡ് ആണ്. ദ ഫുഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ദ ഫുഡ് ഈസിനെ പറയുള്ളൂ. ദ ഫുഡ് ആം പറ്റില്ല, ദ ഫുഡ് ആർ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതും കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം. അപ്പൊ ഈസ് മാത്രമേ നമുക്കുള്ളൂ. ഈസ് ദ ഫുഡ്. ക്ലിയർ ആണല്ലോ? ആദ്യം നമ്മൾ ഹെൽപ്പിംഗ് വെർബിന്റെ സ്ഥലത്ത് അതിന്റെ പാസീവ് ഹെൽപ്പിംഗ് വെർബ് കൊണ്ടുവന്നു. ഡു ഡസ് എന്തായി മാറും? ഈസ്, ആം, ആർ ആയി മാറും. അപ്പോൾ ദ ഫുഡിന് മാച്ച് ആയിട്ട് ഈസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഈസ് മാത്രം എടുത്തു. ഈസ് ദ ഫുഡ് എന്നാക്കി. ഈസ് ദ ഫുഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഇതിലെ വെർബ് കൊണ്ടുവരിക. വെർബ് കുക്ക്ഡ് എന്നുള്ളതാണ്. അതിന്റെ തേർഡ് ഫോം എന്താണ്? കുക്ക്ഡ്. ഒബ്ജക്റ്റ് കഴിഞ്ഞു. ഒബ്ജക്റ്റ് ദ ഫുഡ് ആണ്. ദ ഫുഡ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വെർബിനെ കൊണ്ടുവരും, കുക്ക്ഡ് എന്നാണ്. ഇനി ഈ സബ്ജക്റ്റിനെ പിടിച്ച് നമ്മൾ അവസാനത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ എഴുതും. ഷീ എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ ഹെർ നാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷീ എന്നാണ് ഇവിടെ ഉള്ളതെങ്കിൽ ലാസ്റ്റ് പോകുമ്പോൾ അത് ബൈ ഹെർ നാവും. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ഈസ് ദ ഫുഡ് കുക്ക്ഡ് ബൈ ഹെർ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഡസ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. ഡൂം ഡസും അപ്പൊ ഈസ്, ആം, ആർ ആയി മാറും. ഡൂം ഡസും വെച്ച് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈസ്, ആം, ആർ ആക്കി മാറ്റിയിടണം. എന്നിട്ട് നമ്മൾ ആദ്യം ഈസ്, ആം, ആർ എഴുതിയും എന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവരും. ഒബ്ജക്റ്റ് ദ ഫുഡ് ആണ്. ദ ഫുഡിന് മാച്ച് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. ഈസ് ആണ്. അപ്പൊ ഈസ് സെലക്ട് ചെയ്ത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഈസ് ദ ഫുഡ്. പിന്നെ പറഞ്ഞെടുത്തു കുക്ക്ഡ്. കുക്ക് എന്നുള്ള തേർഡ് ഫോം ആണ് കുക്ക്ഡ്. അതെടുത്തു. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാവേണ്ട ഈ ഷീ അങ്ങോട്ട് പോകുമ്പോൾ ബൈ ഹെർ. അത്രേ
സിമ്പിൾ ആണ് ഇങ്ങനെയുള്ള ഹെൽപ്പിംഗ് വെർബ് വെച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ. അടുത്ത് നോക്കാം. ഈസ് ഷീ കുക്കിംഗ് ദ ഫുഡ്? ഈസ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് വെച്ചിട്ട് ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ഈസും പിന്നോട് ing കാണാനുണ്ട് വെർബിന്റെ. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഈസ് am are വെച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് am are ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ ചേർത്താൽ മതി? be ing എന്ന വാക്ക് ചേർക്കണം. ഇതിന്റെ കൂടെ ചേർക്കണം. അല്ല അത് മാത്രം എടുത്ത് ഉപയോഗിക്കരുതില്ല. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ബി എന്ന് എഴുതിയിരിക്കുന്നത്. പ്ലസിന്റെ മുന്നിൽ ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവണം. ഓക്കെ. അപ്പൊ ഈസ് ഷീ കുക്കിംഗ് ദ ഫുഡ് എന്നാണ്. അപ്പൊ ഈസ് ആണ്. അപ്പൊ നമ്മൾ ഈസ് എന്തായി മാറും? ഈസ് am are ആയി മാറും. അപ്പൊ ഈസ് am are ഈസ് എന്തായി മാറും? ഈസ് am are പ്ലസ് being ആയി മാറും. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ എടുത്ത് എഴുതി ഈസ് am are ആയി മാറി ഈസിനെ. എന്നിട്ട് എന്ത് ചെയ്യാം? being എന്നുള്ള വാക്ക് ചേർക്കാം. അതിനൊക്കെ മുൻപ് എന്ത് ചെയ്യണം? ഈസ് ദ ഫുഡിനെ അങ്ങോട്ട് കൊണ്ടുവരണം. ഈസ് ദ ഫുഡ്. നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാം. കാരണം ഫുഡിന് മെസ്സായിട്ടുള്ളതാണ് വേണ്ടത്. ഈസ് ദ ഫുഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈസ് am are ന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്? being ചേർക്കണം. അത് ഈ ഒബ്ജക്റ്റിന് ശേഷം ചേർക്കാം. ഈസ് ദ ഫുഡ് being. ഓക്കെ. ഈസ് being എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ആ ഈസിന്റെ ബീയിങ്ങിന്റെ ഇടയിൽ നമ്മൾ എന്തിനെ കൊണ്ടുവന്ന് വെച്ചു? ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ. എന്നാലാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ ഓർഡർ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈസ് ദ ഫുഡ് being. ഇനി നമ്മൾ വെർബ് എഴുതി കുക്കിംഗ് എന്നുള്ളതാണ് വെർബ് ഇവിടെ. അതിന്റെ തേർഡ് ഫോം കുക്ക്ഡ് എന്നാണ് നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തതാണ്. ഈസ് ദ ഫുഡ് being കുക്ക്ഡ്. ഇനി ഷീ എന്നുള്ളതാണ് കൊണ്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഷീ എന്നുള്ളതാണ് കൊണ്ട് പോകുമ്പോൾ എന്തായി? ബൈ ഹെർ. ശരിക്കും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും രണ്ടെണ്ണം നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മളതിന്റെ മെത്തേഡ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും തന്നിരിക്കുന്ന ചോദ്യത്തിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള വഴി അതിലേക്ക് എടുക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇപ്പൊ ഈസ് കണ്ടപ്പോൾ തന്നെ ഞാനത് ഈസ് എന്നാക്കി മാറ്റി. പക്ഷെ എന്ത് ചേർക്കണം ഞാൻ മറക്കരുത്? being ചേർക്കാൻ മറക്കരുത്. അല്ലാതെ ഈസ് മാത്രം എഴുതിയിട്ട് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ തെറ്റി. ഇനി അടുത്ത കൺഫ്യൂസിങ് എന്താ? ഇവിടെ ഡെസും ഡൂവും വരുന്ന സമയത്ത് ഈസ് am are ആക്കാനേ പാടുള്ളൂ. being ചേർക്കരുത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട്. അത് മൈന്യൂട്ടായിട്ട് നിങ്ങൾ നോട്ട് എഴുതി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇന്നത്തെ 4 ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ എപ്പിസോഡിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലുമായി കൺസൾട്ട് ചെയ്യാം. Okay, thank you very much for watching this video and see you soon.